അദ്ദേഹം ഒക്ടോബറിൽ പുറത്തിറക്കാൻ പോകുന്ന ഒരു പുസ്തകത്തിൻ്റെ മാർക്കറ്റിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള താല്പര്യം അദ്ദേഹത്തിനുണ്ട് എന്ന് നമ്മൾ സംശയിക്കണം. അതുകൊണ്ടാണ് തിരുവോണ ദിവസം കണ്ണൂരിലെ പ്രാദേശിക ചാനലായിട്ടുള്ള പ്രൈം 21 എന്ന് പറയുന്ന ചാനലിന് അദ്ദേഹം ഒരു അഭിമുഖം കൊടുത്തു. ഇന്നലെ അദ്ദേഹം ആ അഭിമുഖത്തിൽ താൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെ തന്നെ തള്ളിപ്പറഞ്ഞുകൊണ്ട് വീണ്ടും ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുകയുണ്ടായി. അപ്പം നിരന്തരമായി ഈ വിഷയം സമൂഹ മധ്യത്തിൽ നിലനിൽക്കണമെന്നുള്ള അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായിട്ടുള്ള താല്പര്യം അതൊരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ്. ഒരു പുസ്തകം പുറത്തിറങ്ങാൻ പോകുന്നതിന് മുമ്പ് അതിൻ്റെ ഒരു മാർക്കറ്റിംഗ് ആണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ അതിൽ അന്തർലീനമായി കിടക്കുന്ന വളരെ ഗുരുതരമായിട്ടുള്ള ചില പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് പറയുന്ന സംജ്ഞ തന്നെ തെറ്റാണ്. അങ്ങനെയൊന്നില്ല. ഇസ്ലാം ഒരു പ്രത്യയശാസ്ത്രമാണ്, ഒരു മതസംഹിതയാണ്. ഇസ്ലാമിക പ്രത്യയശാസ്ത്രത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അടുക്കള മുതൽ അന്താരാഷ്ട്ര വരെയുള്ള, അല്ലെങ്കിൽ ആട്ടുതൊട്ടിൽ മുതൽ മയ്യത്ത് കെട്ടിൽ വരെയുള്ള ഈ സമൂഹത്തെ നേരിട്ട് ബാധിക്കുന്ന എല്ലാ സകലമാന പ്രശ്നങ്ങളെയും ഇസ്ലാം അഡ്രസ് ചെയ്യുന്നു എന്നുള്ളതാണ്. അതിൽ ഏതെങ്കിലും ഒരു പ്രത്യേക ഘടകത്തെ എടുത്തു മാറ്റിയിട്ട് വേർതിരിച്ച് നിർത്തിയിട്ട് പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട് എന്ന് വരുത്തി തീർത്ത് അതിലൂടെ ഈ കാലമത്രയും സംഘപരിവാർ ശക്തികൾ രാജ്യത്ത് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ തെറ്റായിട്ടുള്ള നീക്കങ്ങൾക്ക് പിന്തുണ നൽകുകയാണ് പി ജയരാജൻ ചെയ്യുന്നത്. പൊളിറ്റിക്കൽ ഇസ്ലാം എന്നും റാഡിക്കൽ ഇസ്ലാം എന്നൊക്കെ നിരന്തരമായി പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് സംഘപരിവാർ ശക്തികളാണ്. അവരുടെ കൂട്ടത്തിൽ ഒരാളായിട്ട് പി ജയരാജൻ മാറുന്നു എന്നുള്ളതാണ് ഏറ്റവും ഖേദകരമായിട്ടുള്ള ഒരവസ്ഥ. ഇതിൻ്റെ രാഷ്ട്രീയപരമായിട്ടൊരു ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമുക്കെല്ലാവർക്കും അറിയാം CPM പ്രയോഗിച്ചിട്ടുള്ള ചില തന്ത്രങ്ങൾ. തരാതരം പോലെ പറ്റാവുന്ന തലങ്ങളിലൊക്കെ ഭൂരിപക്ഷ വർഗീയതയെ പ്രീണിപ്പിക്കേണ്ടിടത്ത് ഭൂരിപക്ഷ വർഗീയതയെ പ്രീണിപ്പിക്കാനും ന്യൂനപക്ഷ വർഗീയതയെ പ്രീണിപ്പിക്കേണ്ടിടത്ത് ആ വിധത്തിൽ പ്രീണിപ്പിക്കാനും എങ്ങനെ 2 വോട്ടുകൾ നേടിയെടുത്ത് വിജയം കൈവരിക്കാൻ പറ്റും എന്നുള്ളതാണ് CPM ശ്രമിച്ചത്. ഇപ്പോൾ വടകരയിൽ കാഫിർ പ്രയോഗം നടത്തി. അത് അമ്പാടിമുക്ക് സഖാക്കൾ എന്ന പേരിൽ പി ജയരാജനുമായി വളരെ അടുത്ത് ബന്ധമുണ്ട് എന്ന് ജനങ്ങൾ കരുതുന്ന ഒരു സോഷ്യൽ മീഡിയ ഐഡിയിൽ നിന്നാണ് ഈ കാഫിർ പ്രയോഗത്തിൻ്റെ സ്ക്രീൻഷോട്ട് വന്നത് എന്നാണ് പറയപ്പെട്ടിട്ടുള്ളത്. ഏതായാലും അതൊരു മുസ്ലിം ലീഗ് പ്രവർത്തകൻ്റെ പേരിൽ കെട്ടിവെച്ചിട്ട് അത് മുസ്ലിം ലീഗും മറ്റ് സംഘടനകളും നടത്തിയതാണ് എന്നുള്ള പ്രചരണം നടത്തി. അതിനിപ്പോൾ സത്യം പുറത്തു വന്ന് കഴിഞ്ഞിരിക്കുന്നു. തൃശ്ശൂരിൽ പൂരം കലക്കാൻ വേണ്ടിയിട്ട് നടത്തിയിട്ടുള്ള ശ്രമങ്ങൾ അത് വേറൊരു വിധത്തിലാണ്. ഇപ്പോൾ സംഘപരിവാർ ശക്തികളുമായി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPM ഒളിഞ്ഞ് നടത്തിയിട്ടുള്ള ചില അജണ്ടകളുണ്ട്. എന്നാൽ മറുഭാഗത്ത് ന്യൂനപക്ഷ സമുദായത്തിൻ്റെ താല്പര്യ സംരക്ഷകരാണ് തങ്ങൾ എന്ന് പറഞ്ഞിട്ട് ആ ഒരു പ്രത്യേകതരം വികാരമുണ്ടാക്കി ന്യൂനപക്ഷ വികാരത്തെ ഉദ്ദീപിപ്പിച്ചുകൊണ്ട് അത് വോട്ടുകളാക്കി മാറ്റിയെടുക്കാൻ പറ്റുമോ എന്ന് CPM ശ്രമിച്ചു. ആ ശ്രമം വേറെ രൂപത്തിൽ പരാജയപ്പെട്ടു. ഭൂരിപക്ഷ സമുദായത്തിൽപ്പെട്ട ആളുകൾ അതിനെതിരായി. അപ്പോൾ കടിച്ചതുമില്ല പിടിച്ചതുമില്ല എന്നുള്ള ഒരു തലത്തിലേക്ക് കാര്യങ്ങൾ പോയപ്പോൾ ഈ രാജ്യത്ത് ഭൂരിപക്ഷ വർഗീയതയെ പ്രീണിപ്പിക്കുക മാത്രമാണ് തങ്ങളുടെ രാഷ്ട്രീയ അജണ്ട നടപ്പിലാക്കുന്നതിനുള്ള ഏറ്റവും നല്ല വഴി എന്ന് പി ജയരാജനെ പോലുള്ള ആളുകൾ തിരിച്ചറിയും. 1987 EM ശങ്കർ നമ്പൂതിരിപ്പാട് നടപ്പിലാക്കിയിട്ടുള്ള ഒരേ തന്ത്രമാണ് ഇപ്പോൾ ഇവർ നടത്തുന്നത്. അന്ന് നമുക്കെല്ലാവർക്കും അറിയാം, ശരീഅത്ത് വിവാദ കാലത്ത് അതിശക്തമായിട്ടുള്ള മുസ്ലിം വിരുദ്ധ പ്രചാരണം EMS ഏറ്റുപിടിച്ചു. അത് തുടർന്നു കൊണ്ടുപോയി. അങ്ങനെ 87 തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷ വികാരത്തിന് ഉദ്ദീപിക്കത്തക്ക വിധത്തിലുള്ള പ്രചണ്ഡമായിട്ടുള്ള പ്രചാരണം നടത്തിയപ്പോഴാണ് ആ തെരഞ്ഞെടുപ്പിൽ LDF കേരളത്തിൽ അധികാരത്തിൽ വന്നു. അത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയ തന്ത്രം പി ജയരാജനെ പോലുള്ള ആളുകൾ നടപ്പിലാക്കാൻ ശ്രമിച്ചു. ഇവിടെ ഇത് ചില ആളുകൾ ഏറ്റുപിടിച്ചിട്ടുണ്ട്. ഇപ്പോൾ ദീപിക പത്രത്തിൻ്റെ മുഖപ്രസംഗം വന്നു. അതുപോലെ തന്നെ ക്രൈസ്തവ സമുദായത്തിൽപ്പെട്ടിട്ടുള്ള കാസ ഉൾപ്പെടെയുള്ള സംഘടനകൾ ഇത് ഏറ്റുപിടിക്കുകയാണ്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ഇതിന് താല്പര്യമുള്ള ആളുകൾ ഇത് ഏറ്റുപിടിക്കുകയാണ്. അപ്പം ഇക്കാര്യത്തിൽ പി ജയരാജൻ്റെ വാദമുഖങ്ങളോട് CPM പാർട്ടി ഔദ്യോഗികമായി യോജിക്കുന്നുണ്ടോ എന്നുള്ള വളരെ പ്രസക്തമായിട്ടുള്ള ചോദ്യമാണ് ഞങ്ങൾ CPM നേതൃത്വത്തോട് ഉന്നയിക്കുന്നത്. പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് പറയുന്ന
ഒരു വിഷയം തന്നെ വിടയില്ല എന്ന് നമ്മൾ കാണുകയാണ്. ഇപ്പോൾ പി ജയരാജൻ പറയുന്നുണ്ട് ISIS എന്ന് പറയുന്ന സംഘടനയിലേക്ക് ആളുകളെ റിക്രൂട്ട് ചെയ്യുന്നുണ്ട് എന്നൊക്കെ. 3-4 ആളുകൾ അത്തരത്തിൽ തീവ്രവാദ ചിന്താഗതികൾക്ക് അടിമപ്പെട്ട് പോയിട്ടുണ്ട് എന്നുള്ളത് നമ്മളാരും നിഷേധിക്കുന്നില്ല. പക്ഷേ കേരളത്തിലെ എല്ലാ മുസ്ലിം സംഘടനകളും ഒറ്റക്കെട്ടായി, മുസ്ലിം ലീഗും ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ സംഘടനകളും മുസ്ലിം സമുദായത്തിലെ എല്ലാ അവാന്തര വിഭാഗങ്ങളും ഒറ്റക്കെട്ടായി ആ തീവ്രവാദ പ്രവർത്തനങ്ങളെയും ചിന്തകളെയും എതിർത്ത് തോൽപ്പിച്ച ചരിത്രമാണ് ഈ കേരളത്തിലുള്ളത്. അവിടെയാണ് പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് പറയുന്ന ഇല്ലാത്ത ഒരു നെറേറ്റീവ് രൂപപ്പെടുത്തിയെടുത്ത് ഇത് സമൂഹമധ്യത്തിൽ ചർച്ചയാക്കിയിട്ട് അതിലൂടെ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താനും അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായിട്ടുള്ള, അതായത് പുസ്തകത്തിൻ്റെ മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള തന്ത്രം പ്രയോഗിക്കാനും അദ്ദേഹം ശ്രമിക്കുന്നു. ഇത് അതിശക്തമായി എതിർക്കപ്പെടേണ്ടതാണ്, ചെറുത്തു തോൽപ്പിക്കേണ്ടതാണ് എന്നുകൂടി മുസ്ലിം ലീഗ് ആ വിഷയവുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാൻ.